ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എൻ്റെ ഗ്രോ ബാഗിലെ ഇഞ്ചിയുടെ വിളവെടുപ്പാണ്. ഇത് നമ്മുടെ നാടൻ ഇഞ്ചിയല്ല, പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ വീട്ടാവശ്യത്തിന് മേടിച്ചതിൽ മുള വന്നതിൽ ശകലം എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഞാനിവിടെ കൊണ്ടുവച്ച് നട്ടതാണ്. പിന്നെ ഇത് ശ്രീലങ്കൻ ഇഞ്ചിയാണ്. നമ്മുടെ നാട്ടിലെ ഇഞ്ചിയെക്കാട്ടി നല്ല വലുപ്പമാണ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം ഇവിടെ പിടിക്കുമോ ഇല്ലെന്ന്. ഞാൻ ആദ്യം ഇതിൻ്റെ ചപ്പെല്ലാം കണ്ടിക്കുവാണേ. നമുക്ക് ഗ്രോ ബാഗ് ഇത് വീണ്ടും ഉപയോഗിക്കാം. കാരണം ഒരു ഗ്രോ ബാഗ് 3 വർഷത്തോളം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഗ്രോ ബാഗ് ഞാൻ കളയുന്നില്ല. ഇതിൻ്റെ അടിഭാഗം ഒന്ന് തറഞ്ഞിരിക്കും. ഞാനിത് ഇതിനകത്തോട്ടൊന്ന് കുടഞ്ഞിടുവാണേ. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമേ. എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ. ഇതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പ്. നിങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പം ഞാനിതിൻ്റെ വലിപ്പം ഒന്ന് കാണിക്കാവേ. നമ്മുടെ നാടൻ ഇഞ്ചിയും അവിടുത്തെ ഇഞ്ചിയായിട്ടുള്ള വ്യത്യാസം കണ്ടോ. ഇത് ശ്രീലങ്കൻ ഇഞ്ചിയാണ്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ കാണാം.